ക്രിക്ക്മേറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി സ്ഥാനമേറ്റെടുത്തതിനു പിന്നാലെ നടക്കുന്ന ആദ്യ അന്താരാഷ്ട്ര പരമ്പരയാണ് ശ്രീലങ്കയ്ക്കെതിരെ ഈ മാസം 27-ന് തുടക്കമാവുക. രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായി ഗംഭീർ ചുമതല ഏറ്റെടുത്തതോടെ ടീം സ്ക്വാഡിലും അതിൻ്റെതായ മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞെന്നാണ് വിലയിരുത്തലുകൾ. ടീം സെലക്ഷൻ പ്രക്രിയയിൽ ഗംഭീറിന് മേൽ കൊയ്മല വിജയന്റെ കുറെ ഉദാഹരണങ്ങൾ കാണാം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ മുൻപ് ഗംഭീറിന്റെ വൈസ് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിനെ T20 ക്യാപ്റ്റനാക്കി നിശ്ചയിച്ചതാണ് അതിലൊന്ന്. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ICC മത്സരങ്ങളിൽ വരെ ഹാർദിക് പാണ്ഡ്യയായിരുന്നു ക്യാപ്റ്റൻ. സ്വാഭാവികമായും ശ്രീലങ്കൻ പര്യടനത്തിലുള്ള T20 ടീമിന്റെയും ക്യാപ്റ്റൻസി ചുമതല ഹാർദിക് വഹിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ സെലക്ഷൻ പ്രക്രിയയുടെ അവസാന ഘട്ടങ്ങളിൽ സ്ഥിതിഗതികൾ മാറി. ഹാർദിക്കിന് പകരം സൂര്യകുമാറിന്റെ പേര് ക്യാപ്റ്റൻസിയിലേക്കെന്ന അഭ്യൂഹങ്ങൾ പരന്നു. ഒടുക്കം അത് യാഥാർത്ഥ്യമായി. BCCIയുടെ കോൺട്രാക്ട് ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്ന ശ്രേയസ് അയ്യർ ടീമിലേക്ക് തിരിച്ചെത്തിയതാണ് മറ്റൊന്ന്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനായ അയ്യർ ഏകദിന ടീമിൽ ഉൾപ്പെട്ടത് ഗംഭീറിന്റെ കൂടി സ്വാധീനത്തിലാണെന്ന വിലയിരുത്തൽ ശക്തമാണ്. കൊൽക്കത്തയിൽ നിന്ന് റിങ്കു സിംഗും അർഷിത് റാണയും ടീമിൽ ഉൾപ്പെട്ടു. അതേസമയം BCCI കോൺട്രാക്ട് ലിസ്റ്റിൽ നിന്ന് താഴ്ന്ന ഇഷാൻ കിഷൻ ഇപ്പോഴും ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും പരിഗണിക്കണം. ഹാർദിക് പാണ്ഡ്യയിൽ നിന്നുള്ള ക്യാപ്റ്റൻസി നീക്കം യാദൃശ്ചികമായി സംഭവിച്ചതാണെന്ന് കരുതാൻ വകയില്ല. സിംബാബ്വെക്കെതിരെ T20 പരമ്പരയ്ക്ക് മുന്നേ തന്നെ അടുത്ത സ്ഥിരം ക്യാപ്റ്റനായിരുന്ന അനിശ്ചിതത്വം സെലക്ടർമാരിൽ ഉടലെടുത്തിരിക്കണം. ശുഭ്മാൻ ഗില്ലിനെയായിരുന്നു അന്ന് ക്യാപ്റ്റനായി പരിഗണിച്ചത്. പരമ്പര ഇന്ത്യ 4-1 ജയിക്കുകയും ചെയ്തു. ഇതോടെ ശ്രീലങ്കൻ പര്യടനത്തിൽ ഏകദിനത്തിലും T20യിലും ഗിൽ വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസിയിൽ നിന്നും വൈസ് ക്യാപ്റ്റൻസിയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു. ഹാർദിക്കിനെ ക്യാപ്റ്റൻസിൽ നിന്ന് താഞ്ഞാലും പല വേതനങ്ങൾ നൽകുന്നവരുണ്ട്. IPLൽ മുംബൈ ഇന്ത്യൻസിനെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ കഴിയാത്തതാണ് ഒരു കാര്യം. ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പരിക്കുകളും ഫിറ്റ്നസ് സംബന്ധിച്ച പ്രശ്നങ്ങളും കാരണം ഹാർദിക്ക് പലപ്പോഴും ടീമിന് പുറത്താവുന്നതിന് കാരണമാവാറുണ്ട്. ഇത് ക്യാപ്റ്റൻസിയിൽ വെല്ലുവിളി ഉയർത്തും. അതിനാൽ ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റനാക്കുക എന്ന ഉദ്ദേശത്തിലുള്ള ഗംഭീറിന്റെ ദീർഘകാലാടിസ്ഥാനത്തുള്ള പദ്ധതിയായിരിക്കാനും സാധ്യതയുണ്ട്. 2027-ലാണ് അടുത്ത ഏകദിന ലോകകപ്പ് നടക്കുക. അപ്പോഴേക്ക് ഗില്ലിലെ ക്യാപ്റ്റൻസിയെ പാകപ്പെടുത്തുക എന്ന ഉദ്ദേശവും 2 ഫോർമാറ്റിലും വൈസ് ക്യാപ്റ്റനാക്കിയതിന് പിന്നിലുണ്ടാവും. സിംബാബ്വെക്കെതിരെ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മ, T20 ലോകകപ്പിൽ മിന്നും പ്രകടനം നടത്തിയ കുൽദീപ് യാദവ്, സിംബാബ്വെക്കെതിരെ മികച്ച പ്രകടനം നടത്തിയ ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർ ടീമിൽ ഉൾപ്പെടാതെ പോയതാണ് മറ്റൊരു വലിയ കാര്യം. T20 ലോകകപ്പിൽ വെറും 5 മത്സരങ്ങളിൽ 10 വിക്കറ്റുകളാണ് കുൽദീപ് സ്വന്തമാക്കിയത്. ജോലിഭാരം വകവെച്ചായിരിക്കാം ഒരുപക്ഷെ കുൽദീപിനെ T20യിൽ നിന്ന് ഒഴിവാക്കിയത്. ഏകദിന ടീമിൽ കുൽദീപ് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അതേസമയം രവി ബിഷ്ണോയെ ടീമിൽ ഉൾപ്പെടുത്തി. ഗംഭീർ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഭാഗമായിരിക്കെ രവി ബിഷ്ണോയുടെ കളി അടുത്തുനിന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ്. അത് ബിഷ്ണോയെ ടീമിൽ നിലനിർത്തുന്നതിന് സഹായിച്ചിരിക്കണം. സിംബാബ്വെക്കെതിരെ ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറ്റം നടത്തി 2 ഇന്നിംഗ്സുകളിൽ നിന്ന് 24 റൺസ് മാത്രം നേടിയ റിയാൻ പരാഗ് ഏകദിന T20 ടീമിൽ ഉൾപ്പെട്ടു. ഗെയ്ക്വാദ്, സഞ്ജു സാംസൺ എന്നിവരെ മറികടന്നാണ് പരാഗ് ഇടം പിടിച്ചത്. അതേസമയം സിംബാബ്വെക്കെതിരെ ഒരു വെടിക്കെട്ട് സെഞ്ചുറി ഉൾപ്പെടെ നേടി കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം നടത്തിയ അഭിഷേക് ശർമ്മ ഒരു ടീമിലും ഉൾപ്പെട്ടതായി. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.